Hi, I am Adira Raj from Access Language School. IELTSലെ ഒരു മൊഡ്യൂളായ റീഡിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാം. റീഡിങ്ങിന് ടോട്ടൽ 60 മിനിറ്റാണ് സമയം. റീഡിങ്ങിൽ 3 സെക്ഷനുകൾ ഉണ്ടാകും. ഓരോ സെക്ഷനും 20 മിനിറ്റ് വീതം ചെലവഴിക്കാവുന്നതാണ്. റീഡിങ്ങിൽ ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം ലഭിക്കും. IELTS ജനറൽ റീഡിങ്ങും IELTS അക്കാഡമിക് റീഡിങ്ങും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. IELTS ജനറൽ റീഡിങ്ങിനെ അടുത്തറിയാം. ജനറൽ റീഡിങ്ങിൽ 1, 2 അല്ലെങ്കിൽ 3 പാരഗ്രാഫുകളായ പാസേജുകളായിരിക്കും ലഭിക്കുക. ഇവ ജോലി സംബന്ധമായോ സാമൂഹികമായോ വിദ്യാഭ്യാസമായോ ബന്ധമുള്ളവയായിരിക്കും. ഓരോ പാസേജുകൾ കഴിയും തോറും ഡിഫിക്കൽട്ടി ലെവൽ കൂടി വരികയാണ് ചെയ്യുക. ജനറൽ റീഡിങ്ങിലെ 3 സെക്ഷനുകളിൽ നിന്നും ആദ്യത്തെ 2 സെക്ഷനുകളും ഷോർട്ട് ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ പാസേജുകളായിരിക്കും. അതേസമയം മൂന്നാമത്തേത് ലോങ് പാസേജ് ആയിരിക്കും. ആദ്യത്തെ സെക്ഷനിൽ വരുന്ന പാസേജ് നിത്യജീവിതവുമായി ബന്ധപ്പെട്ടതായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്സ്, ഹോട്ടൽ സേഫ്റ്റി പ്രൊസീജിയേഴ്സ്. സെക്ഷൻ 2-ൽ വരുന്ന പാസേജ് എന്ന് പറയുന്നത് ജോലി സംബന്ധമായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻസ്, കമ്പനി പോളിസീസ് ഒക്കെ ആയിരിക്കും. മൂന്നാമത്തെ സെക്ഷനിലാണെങ്കിൽ ജനറൽ ഇൻട്രസ്റ്റ് ടോപ്പിക്കുകളായിരിക്കും വരിക, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായ ടോപ്പിക്കുകളായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിസർച്ച് പേപ്പേഴ്സ്, മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സ്. ഇനി IELTS അക്കാഡമിക് റീഡിംഗ് എങ്ങനെയെന്ന് നോക്കാം. അക്കാഡമിക് റീഡിങ്ങിൽ 3 സെക്ഷനുകളാണ് ഉള്ളത്. ഓരോ സെക്ഷനുകളും ലോങ് പാസേജുകളായിരിക്കും. എല്ലാ പാസേജുകളും വിദ്യാഭ്യാസ സംബന്ധമായുള്ളതായിരിക്കും. ഇവ ന്യൂസ് പേപ്പറുകളിൽ നിന്നോ മാഗസിനുകളിൽ നിന്നോ അല്ലെങ്കിൽ സയൻറ്റിഫിക് ജേർണലുകളിൽ നിന്നോ എടുത്തവയായിരിക്കും. ഓരോ പാസേജുകൾ കഴിയും തോറും ഡിഫിക്കൽട്ടി ലെവൽ കൂടി വരികയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ പാസേജുകൾ ജനറൽ ഇൻട്രസ്റ്റ് ടോപ്പിക്കുകളുമായിരിക്കും. അതുപോലെ തന്നെ പാസേജുകളിൽ ചിലപ്പോൾ പിക്ചേഴ്സ്, ഡയഗ്രാംസ്, ഗ്രാഫ്സ് എന്നിവയും കാണാം. IELTS റീഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്തെന്നാൽ ആൻസേഴ്സ് കണ്ടെത്തുമ്പോൾ തന്നെ അവയെ ആൻസർ ഷീറ്റിലോട്ട് പകർത്തേണ്ടതാണ്. കാരണം അതിനായി നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം ലഭിക്കുന്നതായിരിക്കില്ല. To know more about IELTS reading, you can reach out to us on our website or on the number given in the description.